ഹലോ മൈ ഫാമിലി, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും ചോദിക്കുന്നുണ്ട് ഹോം ടൂർ ചെയ്യുമെന്ന്. പക്ഷേ ഞാനിന്ന് ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഹോം ടൂർ ഞാൻ ചെയ്യാം, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഹോം ടൂർ ചെയ്യാത്തത്. അപ്പോൾ ഈ കാറ് മേടിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് വർഷമായി കേട്ടോ. ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ 2015 കാറാണ്. അപ്പോൾ അവൾ വരാത്ത ഈ കാറ് കാണുമ്പോൾ എനിക്ക് സങ്കടമാകും കേട്ടോ. തസ്നീനെ കുറിച്ച് പറയുമ്പോൾ അവൾ ഇവിടെ ഞങ്ങളുടെ കൂടെ ജീവിക്കേണ്ട പെണ്ണായിരുന്നു. അവളുടെ ഭാഗ്യമില്ലല്ലോ, അതിപ്പോൾ എന്താ പറയാനാ. പിന്നെ അങ്കിൾക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, തസ്നീനെ എങ്ങനെയെങ്കിലും അമേരിക്കയിൽ എത്തിക്കണം, നല്ല ലൈഫ് കൊടുക്കണം, അവൾ എഡ്യൂക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പുള്ളിക്ക്. പക്ഷേ അതൊന്നും നടന്നില്ല. പിന്നെ അത് കാണുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാറാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് വിൽക്കണുണ്ടോയെന്ന്. പക്ഷേ ഞാൻ വിൽക്കണില്ല, പുള്ളിയുടെ കാറായതുകൊണ്ട് തന്നെ അവിടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പുറത്തൊക്കെ ഇടയ്ക്ക് എടുത്ത് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് പുള്ളിയുടെ കാറാണ്. പിന്നെ ഇത് പുള്ളിയുടെ ട്രക്കാണ്. ഇത് പുള്ളി മരണപ്പെട്ട് പിന്നെ ഞാൻ ഓടിച്ചിട്ടില്ല. ജെ ഇതാണ് ഫിക്സ് ചെയ്ത്. അൽഹംദുലില്ലാ അവൻ ഫിക്സ് ചെയ്തിട്ടത്, അവനത് ഉദ്ദേശിച്ച് അത് ഫിക്സ് ചെയ്തു. പിന്നെ ഈ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂയിക്ക്. ഇത് ഞാൻ പുള്ളി മരിച്ച പിന്നെ ഒരു എക്സ്ട്രാ ഇൻകം വേണമല്ലോ, കാരണം ഈ വീട് മേടിച്ചത് നമ്മൾ ലോണാണല്ലോ. നമ്മുടെ അമേരിക്കയിലത്തെ നമ്മുടെ ഇന്ത്യയിലത്തെ പോലെ റെഡി ക്യാഷിനല്ല ഇവിടെ വീട് മേടിക്കുന്നത്. അന്നേരം ലോണായതുകൊണ്ട് തന്നെ ലോണൊക്കെ അടയ്ക്കണം പുള്ളി മരിച്ചിട്ട്. അങ്ങനെ എക്സ്ട്രാ ഇൻകം വേണ്ടിയിട്ട് ഞാനൊരു ഈ കാറ് ഞാൻ മേടിച്ചതായിരുന്നു. അപ്പോൾ വേറെ എൻ്റെ കാറുണ്ടായിരുന്നു, പുള്ളി മേടിച്ചെന്ന കാറ് കൊടുത്തിട്ട് ഞാൻ ഈ കാർ എടുത്തതാണ്. അങ്ങനെ ഈ കാർ എടുത്തു, അത് പിന്നെ ഡ്രൈവിങ് തുടങ്ങി. ഇത് കണ്ടോ, ഇത് ഊബർ ആൻഡ് ലിഫ്റ്റ്, ഇത് രണ്ടുമാണ് ഞാൻ ഓടിക്കണേ. ചില സമയത്ത് ഞാൻ ഊബറിൽ പോകും, ചില സമയത്ത് ലിഫ്റ്റിൽ പോകും. പിന്നെ പുള്ളിയുള്ള സമയങ്ങളിലൊക്കെ ഈ ചെടികളൊക്കെ ഭയങ്കര കെയർ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല രസമായിരുന്നു. ഫ്ലവേഴ്സ് ബാക്ക് യാർഡൊക്കെ ഫുള്ള് ഫ്ലവേഴ്സും പച്ചക്കറിയൊക്കെ ആയിരുന്നു. കാരണം പുള്ളി ജോലിക്ക് പോകാത്തതുകൊണ്ട് തന്നെ ടൈം പാസിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഇപ്പം ഇതൊക്കെ കാണുന്ന സങ്കടമുണ്ട്. അപ്പോൾ ചോദിക്കും എനിക്ക് കുറച്ചൊക്കെ ചെയ്തു തന്നെ, എനിക്ക് ഒട്ടും ടൈം ഉണ്ടാവാറില്ല. കാരണം എല്ലാ പേയ്മെൻറ്റൊക്കെ വരുമ്പോഴത്തേക്കും മാസം ഒരു നല്ല തുക പേയ്മെൻ്റ് ഉണ്ട്. വീട് വണ്ടി. അമേരിക്കയിൽ ജീവിക്കുന്നവർക്ക് അറിയാതെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ ജസ്റ്റ് കറണ്ട് ബില്ല് മാത്രം അടച്ചാൽ പോരാ, ഇവിടെ ഫുള്ള് പേയ്മെൻ്റാണ്. എന്തൊക്കെ എടുത്താലും അത് പേയ്മെൻ്റാണ്. അപ്പോൾ നല്ലൊരു തുകയുടെ ആവശ്യമുണ്ട് എല്ലാ മാസവും. അതുകൊണ്ട് തന്നെ സമയം ഉണ്ടാവാറില്ല. പിന്നെ ഒരു ദിവസമൊക്കെ ലീവ് എടുത്ത് ഇരിക്കുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടയേർഡായിരിക്കും. അപ്പോൾ വിചാരിക്കും കുറച്ച് നേരം ഉറങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണിക്കില്ല. അവനാ വണ്ടി സ്റ്റാർട്ട് ചെയ്യണ ഒച്ചയായിട്ടാണ് കേൾക്കുന്നത്. അവന് 14 വയസ്സല്ലായിട്ടുള്ളൂ. അവന് വണ്ടി ഓടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവനിത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് അവനിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിനകത്തിരുന്ന് ഇരിക്കും ഇങ്ങനെ കുറേ നേരം വന്നിട്ട്. അവനക്ക് ഡാഡീനെ ഭയങ്കര മിസ്സിങ്ങാണ്. എപ്പോഴും പറയും ഡാഡിയുടെ കാര്യം. പിന്നെ യോഗയില്ലാത്ത എന്താ പറയുക, എല്ലാവരും ഒരിക്കൽ ജനിച്ചാൽ ഒരിക്കൽ മരിക്കുമല്ലോ, അങ്ങനെ ഓർത്ത് സമാധാനിക്കുകയാണ്. I've been working for the past couple of weeks attempting to fix my father's truck, and I've been successful. I repaired the PCM module and now it runs just fine. Don't mind the check engine in it. നമുക്കൊന്ന് മെയിൽ ബോക്സിൽ പോയി നോക്കാം. 2 ദിവസമായി മെയിൽ ബോക്സ് തുറക്കാത്തത്.
ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെയല്ല കേട്ടോ. മെയിൽ എല്ലാപ്പോഴും മെയിൽ വരും, എല്ലാ കാര്യങ്ങളും മെയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൽ ബോക്സ്. ഞാൻ മെയിൽ ബോക്സിൻ്റെ നമ്പർ കാണിക്കണില്ല ഫോർ സേഫിൻ്റെ ഇതുകൊണ്ട്, പക്ഷെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതാ വന്നിരിക്കുന്ന സാധനങ്ങളാണിത്. പിന്നെ ഒരു ലെറ്റർ ഉണ്ട്. പിന്നെ ആ വണ്ടി കാണുമ്പോൾ എനിക്ക് എപ്പോഴും സങ്കടമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെസ്നിക്ക് മേടിച്ച വണ്ടി ആയതുകൊണ്ട് തന്നെ അവളും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും മക്കൾക്കൊക്കെ ഒരു ഹെൽപ്പായേനെ. കാരണം എൻ്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് കുറേ നാൾ എനിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റാതെ വന്നു. കാരണം പിള്ളേർ മൈനറായതുകൊണ്ട് തന്നെ അവരെ ഒറ്റയ്ക്കിട്ട് പോകാൻ പറ്റില്ലാത്ത അങ്ങനത്തെയൊക്കെ കുറേ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വണ്ടി കാണുമ്പോൾ എന്നും സങ്കടപ്പെടാറുണ്ട്. സാരമില്ല, അവളുടെ എന്നാ പറയുക, അവളെ കൊണ്ട് പറയുമ്പോൾ വിഷമം തോന്നും. അവളുടെ ലൈഫിനെ കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നാറുണ്ട്. പിന്നെ എന്ത് ചെയ്യാം, എല്ലാം വിധിയല്ലേ. വാട്ട് ആർ യു ഡൂയിങ് ജേജു? ഹേയ് ജേജേ, Why'd you buy this car? It's already falling apart. huh? Come look. What happened? You can put the phone down. Yeah, what happened? See, the body panels are coming off. Oh, you can put back. പിന്നെ എല്ലാവരും പറയാറില്ലേ എനിക്കൊരു ഷാള് മാത്രമേ ഉള്ളൂ, ഞാൻ ഷാള് ഉപയോഗിക്കാറില്ല നാട്ടിൽ നിന്നൊക്കെ. എനിക്കൊരു ഷാള് മാത്രമല്ല കേട്ടോ, ഷാളുകൾ ഒരുപാടുണ്ട്. മറ്റൊരു ഷാളെന്ന് പറഞ്ഞിട്ട് ഉമ്മിച്ചിയുടെ ഷാളായതുകൊണ്ട് ഒരു സ്പെഷ്യൽ തോന്നുന്നു, അതുകൊണ്ട് തന്നെയാണ് അത് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. അത് വിട്, അത് തമാശയ്ക്ക് പറഞ്ഞതാട്ടോ, കാര്യമാക്കണ്ട. പിന്നെ ഇതാണ് ഞങ്ങളുടെ എൻ്റെ അമേരിക്കൻ വീട്. ഇത് ഞങ്ങൾ വാങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷമായി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ, എനിക്ക് ഭയങ്കര ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു വീട് സ്വന്തമായിട്ട് അമേരിക്കയിൽ ഒരു വീട് മേടിക്കുന്നത് സ്വന്തമായിട്ട്. അത് ആ സ്വപ്ന കൂടാരമാണിത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ആ വർഷം തന്നെ എനിക്ക് ഇന്ത്യയിലും ഒരു വീട് മേടിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ വീട് ഈ ഫൗണ്ടേഷനൊക്കെ കോൺക്രീറ്റ് ആണ്, അല്ലാത്ത മൊത്തം ഈ വീടിൻ്റെ അല്ലാത്ത സംഭവങ്ങളൊക്കെ മരം കൊണ്ടാണ്. ഇത് അമേരിക്കൻസ് കൂടുതൽ മരങ്ങൾ കൊണ്ടാണ് വീടുണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മരങ്ങൾ കൊണ്ടാകുമ്പോൾ ഭയങ്കര എക്സ്പെൻസ് ഒന്നും ഉണ്ടാവില്ല, ചീപ്പായിരിക്കുന്നു. ബട്ട് ചീപ്പല്ല കേട്ടോ, ഭയങ്കര എക്സ്പെൻസാണ് മരം കൊണ്ടാലും. ഇത് പിന്നെ നമ്മുടെ അങ്കിള് എന്തെങ്കിലും ബാബാസിനും ചേച്ചിനും കുറേ ഉണ്ടായിരുന്നു, ഞാൻ ഫ്രീ ആയിട്ട് കുറേ ആൾക്കാർക്ക് കൊടുത്തതാണ് ഈ കട്ടകൾ. അപ്പോൾ ബാബാസിനും ചേച്ചൂട്ടനും പ്ലേ ഹൗസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവച്ചത്, പക്ഷെ അത് നടന്നില്ല. അപ്പം നമ്മൾക്കിവിടെ നമ്മുടെ ഫെൻസുകളാണ് ഈ കാണുന്നത്. ഇവിടെ ചെടികളൊക്കെ ഇതവിടം വരെയാണ് നമ്മുടെ സ്ഥലമുള്ളത്. പിന്നെ ബാക്ക് ഗാർഡൊക്കെ കണ്ട ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന, അത് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ വെട്ടി വൃത്തിയാക്കി ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ അയൽവാസികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ്, എല്ലാം മരത്തിൻ്റെ വീടുകളാട്ടോ അയൽവാസികളൊന്നും അങ്ങനെ പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ പോലെ പുറത്തേക്കൊന്നും കാണില്ല. ഇങ്ങനെ എന്താ പറയുക, ആരും അങ്ങനെ പുറത്തേക്കൊന്നും വരില്ല, നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നും സംസാരിക്കൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു തെസ്നീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, തെസ്നിക്ക് വേണ്ടി അങ്കിൾ മേടിച്ച കാറായിരുന്നത്. പക്ഷെ അവൾ വരാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ബാബാസിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യത്തിന് മാത്രം ഉത്തരം തരണം എന്താണെന്ന് വിചാരിക്കേണ്ടതാ. ഞാനിപ്പോൾ ഈ ചെറിയൊരു വീഡിയോ കൂടെ ഇതോടെ ഉൾപ്പെടുത്താം. വീട് ടൂർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് അതെനിക്ക്